2025 ഫെബ്രുവരി 9 ഞായർ. യോഹന്നാൻ 3:22 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ. സ്വയം ശൂന്യമാക്കൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സുവിശേഷ ഭാഗമാണ് നമ്മൾ ഇന്ന് ശ്രവിക്കുന്നത്. കഥാപാത്രം യോഹന്നാനാണ്. ഈശോ സ്നാനം നൽകി കടന്നു വരുന്നു. യോഹന്നാൻ്റെ ശിഷ്യന്മാർ അതൊരു ഭീഷണിയായി കണക്കാക്കുന്നു. യോഹന്നാൻ്റെ കരിയർ അല്ലെങ്കിൽ ദൗത്യം അവസാനിക്കുന്നതായി അവർ കണക്കാക്കുന്നു. മത്സരരംഗം സജീവമാകുന്നു. യോഹന്നാൻ്റെ ശിഷ്യരും യഹൂദരും തമ്മിൽ വാഗ്വാദമുണ്ടാകുന്നു. അത് ചെന്നു നിൽക്കുന്നത് ഈശോ നൽകുന്ന മാമോദീസായും യോഹന്നാൻ നൽകുന്ന മാമോദീസായും തമ്മിലുള്ള വ്യത്യാസത്തിലേക്കാണ്. അതിനുള്ള സൂചനയുണ്ട് ഇന്നത്തെ സുവിശേഷത്തിൽ. വാഗ്വാദം യോഹന്നാൻ്റെ പക്കലും എത്തുന്നു. എന്നാൽ അദ്ദേഹം അസ്വസ്ഥനാകുന്നില്ല. യോഹന്നാൻ ഈശോയെ എതിർത്ത് സംസാരിക്കുന്നില്ല. മറിച്ച് തൻ്റെയും ഈശോയുടെയും ദൗത്യങ്ങളുടെ വൈവിധ്യങ്ങളിലേക്ക് കേൾവിക്കാരുടെ ശ്രദ്ധ തിരിച്ചുവിടുകയാണ് അദ്ദേഹം. അവനു വേണ്ടി മുമ്പേ അയക്കപ്പെട്ടവനാണ് താനെന്ന് ഏറ്റുപറയുകയാണ് യോഹന്നാൻ. അതായത് ഈശോയുടെ കടന്നുവരവോടെ തൻ്റെ ദൗത്യം അവസാനിക്കുകയാണെന്ന് അദ്ദേഹം ഏറ്റുപറയുന്നു. മുന്നോടിയായി വരുന്നവൻ ദൗത്യം നിർവഹിച്ച ശേഷം കടന്നുപോകണം. സൂര്യൻ ഉദിച്ചുയരുമ്പോൾ ചന്ദ്രൻ അദൃശ്യനാകുന്നു. സ്വയം പ്രകാശിക്കുന്ന സൂര്യൻ്റെ പ്രകാശത്തെ ഏറ്റുവാങ്ങി പ്രകാശം പരത്തുന്നവനാണ് ചന്ദ്രൻ. വിഹായസിലേക്ക് ഉദിച്ചുയരുന്ന സൂര്യൻ വളർച്ചയുടെ പ്രതീകമാണ്. അപ്രത്യക്ഷമാകുന്നതിൻ്റെ പ്രതീകമാണ് ചന്ദ്രൻ. അവൻ വളരുകയും ഞാൻ ചെറുതാകുകയും ചെയ്യണം. അതൊരു ഏറ്റുപറച്ചിലായിരുന്നു. ഒരു ചന്ദ്രക്കലയായി കുറഞ്ഞ് അത് അപ്രത്യക്ഷമാകുന്നത് പോലെ താനും ചെറുതായി അപ്രത്യക്ഷനാകണം. ചന്ദ്രപ്രകാശത്തിൽ മണവാളൻ മണവാട്ടിയുമായി കടന്നു വരുന്നത് അദ്ദേഹം ഭാവനയിൽ കാണുന്നു. അതിൽ അദ്ദേഹം സന്തോഷിക്കുന്നു. തന്നെ ഭൂമിയുടെ ഉപഗ്രഹമായി സ്വയം കണക്കാക്കുന്ന ചന്ദ്രന് അതിൻ്റേതായ താഴ്മയും വിധേയത്വവുമുണ്ട്. താനും ഭൂമിയുടെ ഭാഗമാണ്. അതിൻ്റെ ഭ്രമണപഥത്തിലാണ് താൻ. അതിനെ ചുറ്റിയാണ് തൻ്റെ ജീവിത ദൗത്യം ഭ്രമണം ചെയ്യേണ്ടത്. പ്രതീകങ്ങൾ കൊണ്ട് സമ്പന്നമാണ് ഇന്നത്തെ വിശേഷം. യോഹന്നാൻ്റെ സ്വയം ശൂന്യമാക്കലിലൂടെ ഈശോ മഹത്വവൽക്കരിക്കപ്പെടുന്നു. അതുവഴി യോഹന്നാൻ ഈശോയുടെ ഔന്നത്യത്തെ വെളിപ്പെടുത്തുകയാണ്. ജലസ്നാനം ഭൂമിയുടേതാണ്. സൂര്യസ്നാനം സ്വർഗീയമാണ്. അഗ്നിഗോളമാണ് സൂര്യൻ. ദൃശ്യപ്രപഞ്ചം മുഴുവൻ സൂര്യപ്രകാശത്തിൽ കുളിച്ചു നിൽക്കുന്നു. ഇതിനെ ഒരു സ്നാനമായി കണക്കാക്കാം. അഗ്നിയിലുള്ള മാമോദിസ ജീവദായകമാണ്. സൂര്യപ്രകാശവും അതിൻ്റെ സാന്നിധ്യവും ധ്യാന വിഷയമാക്കാം. നമ്മുടെ ഭാവനയ്ക്ക് ഇനിയും ഒത്തിരി ദൂരം സഞ്ചരിക്കാൻ സാധിക്കും പ്രതീകങ്ങളുടെ വിഹായസിലൂടെ. ഇവിടെ വലിയൊരു വെളിപ്പെടുത്തൽ നടക്കുകയാണ്. സൂര്യൻ ഉച്ചസ്ഥായിയാകുമ്പോൾ മധ്യാഹ്നമാകും. കർത്താവിൻ്റെ പ്രത്യക്ഷപ്പെടലിനും ഇതുപോലൊരു വളർച്ചയും ഉയർച്ചയുമുണ്ട്. അതിൽ നമ്മൾ സന്തോഷിക്കണം. നമ്മൾ ചെറുതാവുന്നതിൽ നമ്മുടെ മനസ്സ് ചുരുങ്ങരുത്. അവൻ വളരേണ്ടതാണ്. നമ്മൾ ചെറുതാവുന്നതിലൂടെയാണ് നമ്മൾ അവിടുത്തേതാവുന്നത്. അതുവഴിയാണ് നമ്മൾ നമ്മെ തന്നെ കണ്ടെത്തുന്നത്. യോഹന്നാൻ ആത്മജ്ഞാനത്തിൻ്റെ പ്രതീകമാണ്. യഥാർത്ഥ എളിമയുടെ അർത്ഥം അദ്ദേഹം വെളിപ്പെടുത്തുന്നു. നമ്മൾ സ്വയം പ്രകാശിതരാണെന്ന് ഭാവിക്കരുത്. അങ്ങിലൂടെയാണ് നമ്മൾ പ്രകാശിതരാകേണ്ടത്. അതിലൂടെയാണ് നമ്മൾ തേടുന്ന ക്രിസ്തു ശിഷ്യത്വം നമ്മൾ കണ്ടെത്തുന്നത്. കർത്താവാണ് നമ്മിലൂടെ പ്രകാശിതനാകേണ്ടത്. ഈ ഉൾക്കാഴ്ചയിലേക്കാണ് ഇന്നത്തെ സുവിശേഷം നമ്മെ നയിക്കുന്നത്. ചന്ദ്രപ്രഭയുള്ള യോഹന്നാനെ നമുക്ക് ഉത്തമ മാതൃകയായി സ്വീകരിക്കാം. അദ്ദേഹത്തിൻ്റെ സാക്ഷ്യ സാന്നിധ്യത്തിൽ നമുക്ക് സന്തോഷിക്കാം. ഏവർക്കും ഞായറാഴ്ചയുടെ അനുഗ്രഹങ്ങൾ ആശംസിക്കുന്നു. ഫാദർ ജെയിംസ് പുറത്തയിൽ, CST.